ഹായ്, എല്ലാവർക്കും ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ കോഴി ഫാം നിങ്ങളുമായിട്ടൊന്ന് പരിചയപ്പെടുത്താനാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ആഗ്രഹിക്കുന്നത്. കോഴി ഫാം എന്നൊന്നും പറയാനില്ല. നമ്മൾ കാര്യം ഇതൊന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ വലിയ രീതിയിലേക്കുള്ളൊരു അത്യാവശ്യം വലിയൊരു കൂടൊക്കെയാണ് നമ്മൾ നിർമ്മിച്ചെടുത്തിരിക്കുന്നത്. അതായത് 250 സ്ക്വയർ ഫീറ്റിലൊരു കൂടാണ് നമ്മൾ നിർമ്മിച്ചേക്കുന്നത്. അപ്പം നമ്മുടെ ആദ്യത്തെ പ്ലാൻ ഒരു 200 മുട്ടക്കോഴീനെ ഇടാനായിരുന്നു. പക്ഷെ നമ്മുടെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയതുകൊണ്ട് നമുക്ക് കോഴികളെ വളർത്തിയൊരു എക്സ്പീരിയൻസ് ഇല്ല. നമ്മൾ അവിടുന്ന് ഇവിടുന്നൊക്കെ കിട്ടിയ അറിവ് വെച്ചാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഞങ്ങളത് ഉടനെ തന്നെ ഒരു മാസം മുന്നേ നമ്മൾ ഇതിന് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. കോഴിക്കുഞ്ഞുങ്ങളെ ഇറക്കുന്നതിന് ഒരാഴ്ച മുന്നേ നമ്മളത് വിളിച്ച് പറഞ്ഞ് അത് 25 കോഴിയിലേക്കാക്കി ചുരുക്കി. കാരണം ഇവരെ ഒന്ന് വളർത്തി നോക്കിക്കഴിഞ്ഞിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊന്ന് പഠിച്ച ശേഷം അടുത്ത ബാച്ചിനെ ഇറക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ കഴിഞ്ഞ മാസം ഓഗസ്റ്റ് 16-ാം തീയതിയാണ് ഈ കോഴിക്കുഞ്ഞുങ്ങളെ ഇവിടെ ഇറക്കിയിരിക്കുന്നത്. 45 ദിവസം പ്രായമുള്ള കോഴിക്കുഞ്ഞുങ്ങളെയാണ് നമ്മൾ ഇറക്കിയിരിക്കുന്നത്. ഇപ്പം ഈ കോഴിക്കുഞ്ഞുങ്ങളെ ഇറക്കിയിട്ട് ഈ മാസം 16-ാം തീയതി ആകുമ്പോഴത്തേക്ക് ഒരു മാസം ആകുന്നു. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും അവിടുന്ന് അവർ ഉള്ള മരുന്നും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ എത്തിയിട്ട് നമ്മളൊന്നും ഇതുവരെ കൊടുത്തിട്ടില്ല. ഇപ്പോൾ കൊടുക്കണ്ട എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളൊന്നും കൊടുത്തിട്ടില്ല. ഇപ്പം നമ്മൾ ഇവർക്ക് കൊടുക്കുന്ന തീറ്റ എന്ന് പറയുന്നത് ഗ്രോവറാണ്. ഈ കോഴികൾ BV380 ഇനമാണ്, മുട്ടക്കോഴികളാണ്. പക്ഷെ നമ്മൾ കോഴിത്തീറ്റ മാത്രമല്ല കൊടുക്കുന്നത്. നമ്മൾ ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഗോതമ്പും കൂടെ പൊടിച്ച് ഈ ഗ്രോവറിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്, ചെറിയ തരികളായിട്ട്. പക്ഷെ ഇതുങ്ങൾ കഴിക്കുന്നുണ്ട്. പക്ഷെ അത് ഇവരുടെ മുട്ട ഉൽപ്പാദനത്തെ കുറയ്ക്കുമോ എന്നൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുവാണ്. കാരണം എന്തൊക്കെ പറഞ്ഞാലും ഒരു 2 മാസം കൂടെ കഴിഞ്ഞാൽ ഈ കോഴിക്കുഞ്ഞുങ്ങൾ മുട്ടയിടാൻ തുടങ്ങും. അപ്പോൾ അത് കഴിഞ്ഞിട്ടേ നമുക്ക് ഗോതമ്പും കൂടെ കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പം ഇല്ല എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റത്തുള്ളൂ. പക്ഷെ ആർക്കെങ്കിലും ഇതിനെപ്പറ്റി, വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇതിനെപ്പറ്റി ഗോതമ്പ് കൊടുക്കാൻ പാടുണ്ടോ എന്ന് ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. കാരണം നമുക്കിതിനെപ്പറ്റി അറിയത്തില്ല. നമ്മൾ ഈ കോഴിക്കുഞ്ഞുങ്ങളുടെ കൂടെ തന്നെ ഒരു 3-4 നമ്മുടെ മൊയിലുകളെ കൂടെ വിട്ടിട്ടുണ്ട്. അത് ജസ്റ്റ് പിള്ളേർക്ക് വേണ്ടി മേടിച്ചതാണ്. പക്ഷെ ആദ്യമൊക്കെ ഇതുങ്ങൾ കൊത്തുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ ഇതുങ്ങളിപ്പോൾ നല്ല കൂട്ടായിട്ട് ഇതും കൂടെ പോകുന്നുണ്ട്. ഈ കോഴിക്കുഞ്ഞുങ്ങൾ 25 എണ്ണമാണ് ഉള്ളത്. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ചന്തയിൽ പോയപ്പോൾ അവിടുന്ന് ഒരു 2 വേറെ കോഴിക്കുഞ്ഞുങ്ങളുടെ മേടിച്ചു. അതാണ് ഇത് കണ്ടത്. ഒറ്റപ്പെട്ട് നടക്കുന്ന കോഴിക്കുഞ്ഞുങ്ങളാണ് ഇത് രണ്ടും. അതുങ്ങളുടെ കൂടെ ചേരത്തുമില്ല, അവർ കൂട്ടത്തുമില്ല. അപ്പം നമ്മൾ അതുങ്ങൾക്ക് സെപ്പറേറ്റായിട്ട് ഈ കൂട്ടിൽ തന്നെ ഒന്ന് ചെറുകട്ട വെച്ചൊന്ന് മറിച്ച് കൊടുത്തിട്ടുണ്ട്. അതുങ്ങളെപ്പോഴും ഒറ്റപ്പെട്ട് തന്നെയാണ് നടക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ഒരു നല്ലൊരു ബിസിനസ്സായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞില്ലേ, നമ്മളിത് വളർത്തി നമുക്കൊരു എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് ഒന്നും നേരിട്ട് പറയാനും പറ്റത്തില്ല. എന്തായാലും ഇതിൻ്റെ അപ്ഡേഷൻസ് ഞാൻ അറിയിക്കുന്നതായിരിക്കും.